ഒരു രാജ്യത്തിന് ഒരിക്കലും തീരാത്ത ഒരു ഊർജ്ജ സ്രോതസ്സ് സ്വന്തമാക്കാൻ കഴിയുമോ? ഇതൊരു സയൻസ് ഫിക്ഷൻ കഥ പോലെ തോന്നിയേക്കാം. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. സാധാരണ ആണവ റിയാക്ടറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവ യുറേനിയം പോലെയുള്ള ന്യൂക്ലിയർ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അവ ഉപയോഗിക്കുന്ന ഇന്ധനം പതിയെ തീരുന്നു. അതായത് കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പുതിയ ഇന്ധനം വേണം. ഇവിടെയാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വ്യത്യസ്തമാകുന്നത്. ഈ റിയാക്ടർ സാധാരണ റിയാക്ടറുകളെ പോലെ ഇന്ധനം ഉപയോഗിക്കുന്നതിൽ ഉപരി അതിൽ നിന്ന് കൂടുതൽ ഇന്ധനം തന്നെ സൃഷ്ടിക്കുന്നു. അതായത് ഇതൊരു പവർ പ്ലാന്റ് മാത്രമല്ല, ഒരു ഫ്യൂവൽ പ്രൊഡക്ഷൻ സിസ്റ്റം കൂടിയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് ഫാസ്റ്റ് ന്യൂട്രോൺസ് എന്ന പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ റിയാക്ടറുകളിൽ ന്യൂട്രോൺസ് സ്ലോ ആക്കിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ന്യൂട്രോൺസ് സ്ലോ ആക്കുന്നില്ല, അവ ഫാസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫാസ്റ്റ് ന്യൂട്രോൺസ് യുറേനിയം 238 പോലെയുള്ള സാധാരണ ഉപയോഗിക്കാത്ത വസ്തുക്കളെ പ്ലൂട്ടോണിയം 239 ആക്കി മാറ്റുന്നു. ഈ പ്ലൂട്ടോണിയം വീണ്ടും ഫ്യൂവലായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെയാണ് ബ്രീഡിംഗ് പ്രോസസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനം. അതാണ് ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടർ. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ള ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടറുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് യുറേനിയം പൊതുവെ കുറവാണ്. പക്ഷേ ഇന്ത്യക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ തോറിയം സമ്പത്തുണ്ട്. തോറിയം നേരിട്ട് ഒരു ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ ഉപയോഗിക്കാൻ ആദ്യം പ്ലൂട്ടോണിയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ലോങ് ടേം സ്ട്രാറ്റജി പിന്തുടരുന്നു. ആദ്യഘട്ടമായി യുറേനിയം ഉപയോഗിച്ച് റിയാക്ടറുകളെ പ്രവർത്തന സജ്ജമാക്കുക. രണ്ടാം ഘട്ടത്തിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വഴി പ്ലൂട്ടോണിയം ഉണ്ടാക്കുക. മൂന്നാം ഘട്ടത്തിൽ തോറിയം ഉപയോഗിച്ച് യുറേനിയം 233 ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് ഇന്ത്യയുടെ വിശ്വവിഖ്യാതമായ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ പ്രമുഖ ശാസ്ത്രജ്ഞരായ ഹോമി ജഹാംഗീർ ബാബ ആണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് യാഥാർത്ഥ്യമായി മാറുന്നത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 ഏപ്രിൽ 6 ക്രിട്ടിക്കാലിറ്റി എന്ന പ്രധാന ഘട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം റിയാക്ടർ ഇപ്പോൾ സ്വയം നിലനിർത്തുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. ഇന്ത്യ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു നാഴികക്കല്ലാണ്. ലോകത്ത് ഈ സാങ്കേതികവിദ്യ ഉള്ളത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ്. അതിൽ തന്നെ റഷ്യ മാത്രമാണ് ഇതിനോടകം ഈ സാങ്കേതികവിദ്യ കൊമേഴ്ഷ്യൽ ലെവലിൽ ഉപയോഗിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ്. ഇത് ഭാവിയിൽ ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യും? ഇന്ത്യക്ക് എനർജി ഇമ്പോർട്ട് കുറയും. അതായത് ക്രൂഡ് ഓയിൽ പോലെയുള്ള ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി സോഴ്സുകളുടെ ഡിപ്പെൻഡൻസി ഇന്ത്യക്ക് കുറയും. ദീർഘകാല വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകും. പരിസ്ഥിതി സൗഹൃദമായ ഒരു എനർജി സോഴ്സ് ലഭിക്കും. മറ്റൊരു വലിയ കാര്യം ഫ്യൂവൽ റീസൈക്ലിംഗ് ആണ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിച്ച് ഫ്യൂവൽസ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പുതിയ ഫ്യൂവൽ ഉണ്ടാക്കുവാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് എൻഡ്ലെസ് എനർജി സോഴ്സ് ആണ് എന്ന് പറയപ്പെടുന്നു. ഇത് വെറും ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രെങ്തുമാണ്. അതിലേറെ ഇത് ഇന്ത്യയുടെ ഭാവിയാണ്. ഒരു രാജ്യം പുറത്ത് നിന്ന് ഇന്ധനം വാങ്ങാതെ തന്നെ സ്വന്തം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മറ്റൊരു രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ആവശ്യത്തിനുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഇന്നത്തെ ലോകക്രമം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ന് നടക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള ഒരു കടലിടുക്ക് നിയന്ത്രിക്കുക വഴി ലോകത്തിൻ്റെ മുഴുവൻ എനർജി സ്രോതസ്സുകളെ നിയന്ത്രിക്കാൻ ഇറാനും അമേരിക്കയ്ക്കും സാധിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ സാങ്കേതികവിദ്യ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി മാറാൻ പോകുന്നത്. അതിലുപരി കേരളീയരായ നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വാർത്ത കൂടി ഇതിനോടൊപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലം തീരത്ത് കാണപ്പെടുന്ന കരിമണലാണ്. ഈ കരിമണലിലാണ് തോറിയം
തോറിയം ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത്. ഇത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഊർജ്ജ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് മൂലം കേരളത്തിൻ്റെ എക്കോണമിക്കും ഇത് വലിയൊരു നാഴികക്കല്ലായി മാറും. ഇന്ന് അറേബ്യൻ രാജ്യങ്ങൾക്ക് ലോകത്തിൻ്റെ ഊർജോൽപാദനത്തിൽ എത്രമാത്രം പങ്കുണ്ടോ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവിയിലെ ഊർജോൽപാദനത്തിൽ കേരളത്തിൻ്റെ പങ്കും വിലമതിക്കാനാകാത്തതായിരിക്കും.